ഇന്ന് നമുക്കിത് ഒരു ചിക്കൻ നിർത്തി പൊരിച്ചാലോ? പൊരിക്കല്ല, നിർത്തി ഗ്രില്ല് ചെയ്താലോ? ഇതെങ്ങനെയാണ് ഇതല്ലേ, തൊടുമ്പളേ പൊരിഞ്ഞു പോകുന്നു. അത്രയ്ക്കും വെന്ത് സൂപ്പറാ. എന്നിട്ട് ഇതിങ്ങനെ സോസിലൊക്കെ മുക്കിയിട്ട് ഊതിയിട്ട് പൊളി. ഇപ്പം ഒരു വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു. ഹലോ, എല്ലാവർക്കും സുഖമൊക്കെ ആണെന്ന് കരുതുന്നു. ഞാൻ സുന്ദരി കുട്ടിയായിട്ടല്ലേ വന്നേക്കണേ? അതെ ആണ്. അപ്പോൾ നമുക്ക് എന്തുണ്ടാക്കുന്നത്? ഞാൻ എന്തുണ്ടാക്കണം വെച്ചാൽ ചോറൊക്കെ തിന്നൊന്നും മടുത്തില്ല. അപ്പോൾ എന്തത് സ്മോൾ ഹോൾ ചിക്കൻ എന്താ ചെയ്യാൻ പാടെന്നറിയോ? ഇത് നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ക്ലീൻ ചെയ്ത് കാണണ്ടേ? അപ്പം ഞാനത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ കെടുത്തോക്കട്ടെ ഒന്നും എടുത്തോക്കാണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് വീഡിയോ ചെയ്യണത്. പിന്നെ ഞാൻ സമ്മതിക്കണ്ടേ? ഇതൊക്കെ കത്തിയെടുക്കൂ, മുറിക്കൂ, കത്തിയെടുക്കൂ, ഇങ്ങനെ കഷ്ണങ്ങളാക്കാം. എന്നിട്ട് വെള്ളം കളഞ്ഞിട്ട് ഞാൻ ഇത് ഇതിന് നമുക്ക് എടുത്തിട്ട് ഈ സംഭവം അല്ലെങ്കിൽ ഇവനെ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് മോഹൻലാൽ ഈ സിനിമയിൽ എന്നെ എടുത്ത് അങ്ങനെ മറിച്ചു, ഇങ്ങനെ മറിച്ചു, അങ്ങനെ മറിച്ചു ഒക്കെ ഓർമ്മ ഉണ്ടാവില്ല. ഇത് കാണുമ്പോഴേ അതായിരിക്കും ഓർമ്മ വരുന്നതിന്. ഇതെടുത്ത് അങ്ങനെ ഇതിപ്പോൾ ഏത് കുഞ്ഞുകുട്ടിയോട് ചോദിച്ചാൽ പോലും അവർക്കറിയാം ആ സംഭവം. അപ്പം ഞാനിപ്പോൾ ഇതെടുത്തൊന്നുമല്ല, ഇതിനെടുത്തിട്ട് കണ്ടാം. കഴുകി ഇവിടെ വയ്ക്കാം. ഞാൻ തോലൊന്നും കളയുന്നില്ല കേട്ടോ. നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്നില്ല. തോലില്ല, എനിക്കിഷ്ടമാണ് തോല്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമുള്ളത് കണ്ടു കേട്ടോ. പിന്നെ ആശ എനിക്കൊന്ന് ഓൾറെഡി ഒരു ചിക്കനൊക്കെ കഴുകി വെച്ചേക്കുന്ന ചിക്കനാന്ന് തോന്നുന്നു കണ്ടിട്ട്. കാര്യം പറഞ്ഞോ? എനിക്കങ്ങനെ തോന്നുന്നു. ഉള്ളൊന്നും ഇല്ല, ഉള്ളിൽ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അവർ. ഒന്നുമില്ല, കണ്ട ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടക്കുന്ന സ്നേഹം വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആളിഞ്ചോടി ചേർക്കുന്ന സ്നേഹം എത്ര നല്ല ദൈവത്തോട് പൂടയൊക്കെ ഉണ്ടോ കേട്ടോ? പൂടയൊക്കെ ഉണ്ടോ നമ്മൾ ഇന്നൊക്കെ നോക്കണേ. പൂട ഇഷ്ടമില്ല, തോലിഷ്ടമാണെങ്കിലും പൂട ഇഷ്ടമില്ല. ബാറിലെ ഒരു സപ്ലയറ് ഒരു ലാർജ് നൽകാമോ? ലാർജില്ല, ബാക്കിയറിയില്ല. ഉള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വേഗം സമയം കളയണ്ടേ? സമയം കളഞ്ഞിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കണമെങ്കിൽ. അയ്യോ,
ഉണ്ടാക്കാണ്ടായിരുന്നു കഴിക്കൂലെങ്കിലും ദൂട്ടജിത്ത പിന്നെ സത്യം ശിവം സുന്ദരം സത്യം ശിവം സുന്ദരം. എൻ്റെ രസം കുക്കിങ് ചെയ്ത് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഐ എൻജോയ് കുക്കിംഗ്. ഇതും വലിയ കുക്കിംഗ് വിദഗ്ധമൊന്നും അല്ലെങ്കിലും നിങ്ങൾ നമ്മുടെ വീഡിയോൻ്റെ കടയിൽ വരുന്ന കമൻറ്റും കാര്യങ്ങളൊക്കെ കാണും. എൻ്റെ വീട്ടിൽ ആയാലും കുറച്ച് പേരെ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ളൊരു സന്തോഷം. ഒന്നും കൂടെ കഴിക്കാം. നമുക്കത് കൂളിപ്പിച്ച് വേണം കൂട്ടപ്പരാച്ചെടുത്ത്. അപ്പം നമുക്ക് ഇത് കണ്ടോ, ഇത് നമുക്ക് ജുംബ 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 ഡും. ഒരു ചിക്കൻ എടുത്ത് കാണിക്കട്ടെ. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ചേച്ചി എന്നായിരിക്കും എല്ലാവരും ചോദിക്കുന്നത്. ചുമ്മാ കേട്ട് ഇങ്ങനെ ചിക്കനൊക്കെ ഇങ്ങനെ മര്യാദയ്ക്ക് കണ്ടിട്ടുണ്ടാവില്ല. എല്ലാവരും കടയിൽ നിന്ന് വെട്ടിപ്പെറുക്കിയും കൊടുത്തോണ്ട് എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പാചകം വെക്കാനുള്ള തൃപ്തിയല്ലേ. ഇടയ്ക്ക് നിനക്കൊന്ന് കാണും, നമ്മൾ തിന്നുന്ന സാധനമല്ലേ, എനിക്കൊന്ന് കണ്ട് ആസ്വദിക്കും. അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് എടുത്ത് വെച്ചിട്ട് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ചിന്തിക്ക് വെച്ചേക്കാം. ഇതെടുത്ത് വെച്ചു. ഇതിൻ്റെ കത്തിയെടുത്ത് നമുക്കിതിനെ വരയാം. കുറുകുരാന്ന് വരയാം. ഞാൻ കുറേ നേരം ഒന്നും മാരിനേറ്റ് ചെയ്ത് വെക്കുന്നില്ല. എല്ലാവരും പറയാൻ മാരിനേറ്റ് നോ ടൈം. ഐ എ വർക്കിംഗ് വുമൻ, സോ നോ ടൈം ടു. അപ്പം ഇന്ന് ഒരു ദിവസമേ അവധിയുള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? അത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗ്രീനിൻ്റെ ഉള്ളിൽ ഇരുന്ന് മാരിനേറ്റ് ആയിക്കോളും അല്ലേ. അപ്പം നമുക്ക് കുറച്ച് അങ്ങോട്ട് കീറി വെച്ച്. പക്ഷേ എൻ്റെ കയ്യ് പോയില്ല. നിങ്ങൾ നോക്കി എൻ്റെ കയ്യിട്ടല്ലോ പോയിട്ടോ. നിങ്ങൾ ശരിക്കും ഇരുന്നു, ഞാനിവിടെ ഇരുന്ന് കരയണം. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ കയ്യിൽ കുണ്ടിച്ച് മുറിച്ചാളില്ല. അത് ഞാൻ തിന്നുണ്ടാക്കി. അപ്പം എന്ന കുണ്ടിയല്ലേ അങ്ങ് മുറിച്ചാളില്ല. ഞാൻ മുറിച്ചാളി കേട്ടോ അപ്പിടുന്ന കുണ്ടി. അപ്പം നമുക്കിട്ട് ഇതിനെ എടുത്തിട്ട് സീതാ കല്യാണ വൈഭോഗമേ. ഇത്രയും മതി, ഇത്ര കലക്കാർ മതി. നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഈ തട്ടിലേക്ക് തന്നെ ഇട്ടേ. അറിയോ അയ്യോ അതിന് മുമ്പുണ്ട് ഇതിനുള്ള ഉപ്പ് നാരങ്ങ തേച്ച് പിടിപ്പിക്കണം. സോറി സോറി ഉപ്പുണ്ടല്ലോ നമ്മളതിന് മസാല ഇടുന്നതിന് മുമ്പ് എനിക്ക് അല്ലെങ്കിൽ ഉപ്പ് ഉള്ളിലുണ്ടാവില്ല. എനിക്ക് ഉപ്പ് ഉള്ളിലില്ലാത്ത ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമില്ല. എത്ര മസാല ഇട്ടില്ല നമ്മൾ ആദ്യം ഉണ്ടല്ലോ ഇതിങ്ങനെ ഉപ്പിടാം. ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് വെള്ളമൊക്കെ ആക്കിയിട്ടിടാം. അപ്പം ഞാനത് ഉപ്പിട്ടിട്ട് വെക്കണം. സൗകര്യമില്ല എനിക്ക്. ഉപ്പ് നമുക്ക് ഉള്ളിലോട്ടൊക്കെ ഇടാം. ഉള്ളിലോട്ടില്ലേ ഉള്ളിലോട്ട് ഇടാം. നമുക്കിട്ടല്ലോ മസാല നോക്കാം. ചോന ഇപ്പോഴും നാരങ്ങ ഇടുന്നത് അപ്പോൾ ഉപ്പും നാരങ്ങയൊക്കെ ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് നന്നായിട്ട് മസാജ് ചെയ്തെടുക്കും. ഉള്ളോട്ടൊക്കെ നാരങ്ങ ഒഴിക്കുക. ഇവിടെ ഉപ്പും നാരങ്ങയും കൂടെ. ഉപ്പ് നാരങ്ങ വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഉപ്പ് നാരങ്ങ ഉണ്ടായാലും മതി. ഈ ചിക്കന് ഇട്ടാണെങ്കിൽ തിന്നാലുണ്ടല്ലോ പൊളിയാ. പിന്നെ ഞാനൊരു മലയാളി ആയതുകൊണ്ട് കുറച്ച് സ്പൈസസ് വേണം. മസാജ് ചെയ്യുന്നത് കേട്ടോ.
ഒരു മാരിനേറ്റ് ചെയ്ത് കണ്ട ആഴ്ചയിൽ തിന്നുണ്ടല്ലോ എഴുതിട്ടുണ്ടാവും. പൊടി നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് മസാജ് ചെയ്ത് നോക്കണം. എന്നാലും അതിൻ്റെ കൂടെ ഇനി നമുക്ക് എന്താ ചെയ്യട്ടെ വെച്ചാൽ ഇതിനെ എടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അത് മസാല ഇടുന്ന 5 മിനിറ്റ് മതി. നിങ്ങളാണ് തങ്കം തരൂലെ പൂന്തിങ്കൾ തിടമ്പ്. നമുക്ക് മാരിനേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ യോഗട്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ബട്ടർ, ഈ മുളക് പൊടി വേണ്ട, മഞ്ഞപ്പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല ഞാൻ ചേർക്കുന്നുണ്ട്, ആ ഒരു ഫ്ലേവർ കിട്ടാൻ, നമ്മുടെ ടേസ്റ്റ് ഓഫ് ഇന്ത്യ. കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടി. പിന്നെ എന്തെങ്കിലും മിക്സിങ് ഉണ്ടോ? പറയൂ. നോ മിക്സിങ്, ദാറ്റ്സ് ഇറ്റ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ഞാൻ ചെയ്ത സാധനം മാത്രം ഗ്രിൽ ചെയ്താലുണ്ടല്ലോ കുറച്ച് സോസ് കൂട്ടിട്ടുള്ള പൊളിയാണ്, വേറെ സുഖം കാണിച്ചു തരാം. ഇന്നിപ്പം എനിക്കിങ്ങനെ ഇതുണ്ടല്ലേ കുറച്ച് സ്പൈസൊക്കെ സ്റ്റില് ഐ എം സിക്ക്. അപ്പം നമുക്ക് ഇതൊക്കെ എടുക്കാം. വേഗം കുറച്ചുകൂടെ ഉപ്പ്, കുറേ ഇടുന്നില്ല കേട്ടോ, ഞാൻ ഓൾറെഡി ഇട്ടതുകൊണ്ട് കുറച്ച് ഉപ്പ്, അതിന് കുറച്ചുകൂടി ഇട്ടേക്കാം. ഉപ്പ് ആരോഗ്യത്തിന് കേടാന്നൊക്കെ എല്ലാവരും പറയും. ആവശ്യത്തിന് വേണം കേട്ടോ ഉപ്പ്. നമ്മുടെ സോഡിയം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ. കിഡ്നി അസുഖമുള്ളവരൊന്നും കൂടുതൽ കഴിക്കരുത് കേട്ടോ, കിഡ്നി ഹാർട്ട് ഡിസീസ്. നമ്മുടെ പെപ്പർ ഇട്ടു, പിന്നെന്താ കാശ്മീരി മുളക് പൊടി നല്ല ഇച്ചിരി കൂടാൻ കിട്ടേക്കാം, ചുമന്ന കളറിൽ വരാനോ. കുറച്ചുകൂടെ ചിക്കൻ നോക്കിയതാ എത്ര വിലക്കുണ്ട്. പിന്നെ ഉണ്ടല്ലോ മഞ്ഞപ്പൊടി വേണം കിട്ടാൻ കേട്ടോ. പിന്നെ മഞ്ഞപ്പൊടി കഴിക്കണം നല്ലതാണെന്ന് എപ്പോഴും പറയും. നമ്മുടെ എന്തായിരുന്നു ഒരു മെഡിസിനൽ എഫക്റ്റ് കിട്ടുന്ന സാധനമാണ്. നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിലൊക്കെ അത് മഞ്ഞൾപ്പൊടിയും ഇട്ടാൽ പോകുമെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. സത്യമാണോ വ്യക്തിയാണെന്ന് അറിയില്ല, എന്നാലും അതിനൊരു ഹീലിംഗ് എഫക്റ്റ് ഉണ്ട്. പൊടിച്ചോട് നമ്മുടെ കോതമംഗലത്ത് പൊടിച്ചോട് വന്ന പോലീസ് സ്റ്റേഷന് ഓപ്പോസിറ്റുള്ള ഒരു സ്പൈസസ് കടയിൽ അവിടെ നല്ല സൂപ്പർ കിട്ടും. കുറേ ഒന്നുമില്ല, ഒരു ചെറിയ ഫ്ലേവർ, ഒരു നുള്ള. എനിക്ക് ഇവിടുത്തെ ടേസ്റ്റും പോകും വേണ്ട, പിന്നെ ആ ഒരു ഇതും വേണം, അതുകൊണ്ട്. സോ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം കൂടി സ്പൂൺ കൊണ്ട് ഇട്ടാൽ ശരിയാവും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലേക്ക് ആ സ്പൂൺ ഇട്ടാൽ ശരിയാവില്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമുക്കുള്ളത് നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ യോഗട്ട്. നല്ല കുടുകുടൂന്നിരിക്കുന്ന യോഗട്ട്. എനിക്കിത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇപ്പോൾ ജലദോഷമായൊന്നും തിന്നുന്നില്ല. കുറച്ചവിടെ ഇട്ടെ. യോഗട്ട് നമ്മുടെ ബട്ടർ ചൂടാക്കിയിട്ടാൽ നല്ലതായിരുന്നു, മടിയാണ്. എന്നാലും യോഗട്ട് തോന്നും. നമുക്ക് യോഗട്ട് സൂപ്പർ ചെയ്തതാണ്. Where is my grater? Grater? Come on baby, just go on the button. അപ്പം നമുക്ക് ഇതെടുത്തിട്ട് എടുത്തിട്ട് ചീസൊക്കെ അല്ലേ പിസ്സൊക്കെ മതി. ദാറ്റ്സ് ഇറ്റ്. കേട്ടോ,
ഇത് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ടാലേ പോകും. പിന്നെ ഇതിൻ്റെ ഉള്ളോട്ട് ഈ രണ്ട് ഞാൻ മല്ല നേരത്തെ ഇപ്പം അതേപോലെ ഇരിക്കുമ്പം അതിൻ്റെ ഉള്ളിലോട്ട് ഇച്ചിരി ബട്ടർ, ഇച്ചിരി ഒലീവ് ഓയിൽ, ഇതെന്താ സെസമ ഓയിൽ മാത്രം ഇട്ടിട്ട് കുടിച്ചാൽ സൂപ്പറാട്ടോ. എന്നിട്ട് നമുക്ക് ചിക്കനിലേക്ക് ഒന്ന് പിടിച്ച് വെക്കേണ്ട ഒരു സംഭവമുണ്ട് മക്കളെ, സംഭവമുണ്ട്. ഇപ്പം നേരത്തെ വെച്ചിട്ടുള്ള നിങ്ങൾക്ക് അറിയാലോ, ഇച്ചിരി ലെമണും കൂടെ വെച്ചേക്കാം. പുളിയൊക്കെ എങ്ങനെ ഇച്ചിരി മുമ്പിൽ നിൽക്കണം, എനിക്കിഷ്ടമാണ്. എപ്പോഴും നാച്ചുറലായിട്ടുള്ള പുളി രസം ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം എൻ്റെ ബാറ്റിന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ടിതങ്ങടെ ശരിയാക്കാം. മാറി നിന്ന ഒരാളിവിടെ ഇങ്ങനെ പിടിച്ചു തരാനുണ്ടായിരുന്നു, ഞാൻ സൂപ്പറായിട്ട് ചെയ്തേനെ. അപ്പം ഞാൻ തന്നെ പിടിക്കണമല്ലോ, ഞാൻ തന്നെ ചെയ്യണമല്ലോ, ഞാൻ തന്നെ വർത്താനം പറയണമല്ലോ. നമുക്ക് ആദ്യം പുള്ളോട്ട് ഇടാം. കൈ എൻ്റെ കൈ പുറത്ത് വന്നു കേട്ടോ, അല്ല ആ പുള്ളി ശരിക്കും പിടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. നന്നായിട്ടൊക്കെ തേച്ച് പിടിപ്പിക്കണം. കണ്ണി മനസ്സിന്നാല് ഇതൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ, ചുമ്മാ തേച്ച് പിടിച്ചിട്ട് മസാജ് ചെയ്യാം. മസാജിങ് നമുക്കാണെങ്കിലും കോഴിക്കാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും നല്ലതാണ്. നമ്മുടെ മസാജിങ് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നല്ലേ. ചത്ത കോഴിക്ക് എന്ത് ബ്ലഡ് സർക്കുലേഷൻ, എന്നാലും അങ്ങനെയാണ് മസാജിങ് ഇഷ്ടം. നിങ്ങളെ ആരെങ്കിലും മസാജൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമല്ലേ? ഈ കോഴിക്ക് അങ്ങനെ തന്നെയാണ്. ഇനി നമുക്ക് പ്രീ ഹീറ്റൊന്നും ചെയ്തില്ല കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അതെങ്ങനെ സെറ്റ് ചെയ്യണം പോലും മര്യാദയ്ക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ വെക്കും. എന്നാലും ശരിയാവാറുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഓണാക്കട്ടെ. കിണിന്ന് ഒച്ച കേട്ടില്ലേ? ഓരല്ല കേട്ടോ കിണി. 250 വെക്കാം. കേട്ടാണ്. ഹലോ 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 അലമലൂയ മലമലൂയ. ഇതിന് മുകളിലായിട്ട് വെക്കണം കേട്ടോ. അതിനുള്ളിൽ വെക്കുന്നില്ല. ഇതിൽ വെക്കുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ നല്ല ഗ്രില്ലായിട്ട് കിട്ടും. പാറോട്ടില്ല, സത്യത്തിൽ അത് ഫുഡ് ഭയങ്കര കൊതിയുള്ളതാണ്. ഫുഡ് ഞാൻ പറയാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സാധനത്തിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഞാൻ ഇത് വെക്കുവാണ്. ഇത് ഓയിൽ പേപ്പർ അല്ലെങ്കിൽ ഭയങ്കര കഴുകാൻ പറ്റും. ഇതിൻ്റെ ഈ ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ പേപ്പർ ഒരു ബോയിൽ പേപ്പർ
ഒരു ഫോയിൽ പേപ്പർ എടുത്ത് എവിടെ പോച്ചു ഇതിൻ്റെ സാധനം? കണ്ണ് കാണുന്നില്ലേ? അവിടെ ഉണ്ട്, തിരിച്ചു വെച്ചേക്കാം. ഇത് ഒന്നാമത് നമ്മൾ ഈ വീട്ടിലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ വീണിട്ട് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അതാട്ടോ നിറയെ ഇതാവും. പിന്നെ കഴുകാൻ ഭയങ്കര പടാവും. ഇതാവും എൻ്റെ മുകളിലോട്ട് വരും. ചിക്കന് അല്ല, ഈ സംഭവമില്ലേ, സംഭവം എടുത്തിട്ടുണ്ട്. ഇന്ന് കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്ത് വെച്ച് കഴുകി വെച്ചേക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സിക്കുവിനെ എടുത്ത് സിക്കു ഇങ്ങനെ അങ്ങ് വെച്ചേക്കാം. ഇതേ കണ്ടേ, നല്ല ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടേ. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വേണമെങ്കിൽ കൂടെ നമുക്ക് ഉള്ളിലൊക്കെ വെജിറ്റബിൾസ് ഒക്കെ വെക്കാം കേട്ടോ. ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ബ്രോക്കോളി, പിന്നെ ആകെ ക്യാരറ്റേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചേക്കാം. ആകാശഗംഗ നമ്മളിനി അത് ഇതിലോട്ട് വെക്കാൻ പോകണം. നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ? മണ്ടത്തിലാവാറുണ്ട്. ഇതാദ്യം വെക്കണം. പോട്ടെ, തിരിഞ്ഞു പോയി ഗൈസ്, തിരിഞ്ഞു പോയി. സോറി ഗൈസ്. കാണാമോ നിങ്ങൾക്ക് ചിക്കൻ? ഇത് നിർത്തി കഴിഞ്ഞിട്ട് ചൂടുണ്ട്. ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ചിക്കുവിനെ കണ്ടോ? അപ്പോൾ നമുക്ക് അടച്ചു വെക്കാം. ഇപ്പം കണ്ടോ ചിക്കു? ഇനി അത് അവിടെ ഇന്നാകട്ടെ അല്ലേ? ചിക്കു അവിടെ ഇന്നാവട്ടെ. നമുക്ക് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കും. എന്നിട്ടത് മറിച്ച് വെക്കും. കാണിച്ചു തരാം കേട്ടോ. അതെ, നമ്മുടെ ചിക്കൻ എന്തായാലും നോക്കണ്ടേ, കരിഞ്ഞു പോയോന്ന്. കമോൺ ഗൈസ്. കണ്ണിലേ മല. അതാണ്ട നമ്മുടെ ആളവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കൊന്ന് മറിച്ചിടാം. വെയിറ്റ് ചെയ്യേ. കമോൺ നമ്മുടെ കയ്യൊന്നും പൊള്ളാൻ പാടില്ലേ.
പോയി ചാടിവിടെ ഇവിടെ മുഴുവൻ ചാടി. വലിയ ഷെഫാന്ന് എൻ്റെ വിചാരം. ഞാൻ നല്ല വെന്തിട്ടുണ്ടെന്ന് തരുന്നു. മൈ ഗോഡ്, അത് ആ കഷ്ണം എടുക്കണമെന്നുണ്ട് എനിക്ക്. നമുക്ക് ആ കഷ്ണം കൊടുത്താലോ, അല്ലെങ്കിൽ കോഴിക്ക് കൊതി കിട്ടും. വളരെ ഉണ്ട്. ഉള്ളോട്ടേക്ക് ഉപ്പുണ്ട്. ശരിയാവുമായിരിക്കും. ഞാൻ ഇപ്പോൾ തിരിച്ചു വെച്ച ഭാഗത്തു നിന്നല്ല എടുത്തത്. എന്തൊക്കെ കേടായി, ഞാൻ തുടച്ചതല്ല. അല്ലെങ്കിൽ തുടച്ച്. അപ്പോൾ നമുക്കിനി ഒരു 10 മിനിറ്റ് കൂടെ വെച്ചാൽ മതി, എന്നാലേ അത് ശരിയാവും. ഓക്കെ, അല്ലെങ്കിൽ കൂളായാലും കരിഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. നോക്കട്ടെ. ഓഫാക്കിയായിരുന്നു കേട്ടോ. Oh my goodness. Oh my goodness. Chicken. ഇവിടെ വെക്കട്ടെ. എണ്ണ നിറച്ച് വെള്ളമാണ്. അത് നമുക്ക് എടുത്ത് ദൂരെ കളയാം. ഇതല്ല അതിൻ്റെ ചിക്കൻ്റെ വെള്ളവും നെയ്യും ഒക്കെ കൂടി ഇറങ്ങി എല്ലാം ക്ലീൻ ചെയ്യും. അപ്പം നമുക്ക് നോക്കാം നമ്മുടെ ചിക്കൻ ഇടുന്നു. നമ്മുടെ ചിക്കൻ കണ്ടില്ലേ, എൻ്റെ മേത്തോട്ട് വീഴും. ഓണം തന്നെ എൻ്റെ മേത്തോട്ട് വീഴുക ചിക്കൻ. നമ്മുടെ ചിക്കൻ ഉണ്ടോ? കണ്ടിട്ട് കഴിഞ്ഞ പോലെ ഇരിക്കുന്നുണ്ട്. നോക്കട്ടെ ഇതിപ്പോൾ എങ്ങനെ എടുക്കും എനിക്കറിയില്ല. മുറിയുന്നില്ല. എനിക്കെൻ്റെ പാത്രത്തിലേക്ക് എടുത്തു നോക്കാം. ഇതെങ്ങനെ എടുത്തു നോക്കുമെന്ന് പറഞ്ഞു. ഭയങ്കര ചൂടത്, ഭയങ്കര ചൂട്. റെഡി 1 2 3. നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ചാണ്. പൊടിയാനും പാടില്ല. ഈ സാധനം ഉള്ളിൽ ഉള്ളോട്ട് ഇറക്കാൻ പറ്റും. പൊടിയരുത് കേട്ടോ. ഇതിങ്ങനെ കണ്ടോ കടൽ കണ്ടിട്ട് എത്ര നാളായി, അയ്യോ എത്ര നാളായി. നമുക്ക് ഇതിൽ രമണ കൊച്ച്, രമണില്ലാത്ത കളിയില്ല. ചേറ് കൊടുക്കാൻ ഒരു മിനിറ്റ്, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. എന്നിട്ട് വരാം കേട്ടോ തിന്നാൻ. ചിക്കൻ നെത്തി പൊരിച്ചത് വേണോ? ഞാൻ സ്വന്തം ഉണ്ടാക്കിയതാ കേട്ടോ.
ഇനി നമുക്ക് നമ്മുടെ ചിക്കനെ അതും തേണ്ടാന്ന് വെക്കണം. നമുക്കിനി പലതരം സോസുകൾ പ്ലേറ്റിൻ്റെ സൈഡിലോട്ട് നിരത്താം. ഇത് തയ്യാറായിട്ടോ. എന്താണെന്ന് വെച്ചാൽ നാൻഡോസ് പെരി പെരി സോസ്. അയ്യോ, പെരിപ്പെരിൻ്റെ മുളകിടാൻ മറന്നുപോയി. ഞാൻ പെരിപ്പെരിയുടെ കൂട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, മറന്നുപോയി. എൻ്റെ പിഴ വലിയ പിഴ. നെക്സ്റ്റ് ടൈമിൽ പെരിപ്പെരിയുടെ മാത്രമേ ഇടൂ. ഇതെന്താ? മിക്സഡ് ടൊമാറ്റോ സോസ്. ഇത് ഗാർലിക് ഹെയർ ഡിപ്പിംഗ് സോസ്. നമുക്ക് ആദ്യം എന്തെടുക്കണ്ടേ? നമ്മുടെ ഇവൻ്റെ കാല് ഞങ്ങൾ എടുക്കാം. എല്ലാവർക്കും കാലിൽ ആർക്കും ഇഷ്ടം? പൊളി, സൂപ്പർ ആട്ടോ. ഞാൻ ഉണ്ടാക്കി പറയുന്നത് വിട്ടുപോന്നു. എന്തിനെന്നാലും പറയണ്ട, സൂപ്പർ. സൂപ്പർ സാധനം. നിങ്ങൾക്ക് എല്ലാവരും കൂടെ തിന്നോ. ഇത് വൈറ്റ് സോസ് ആയില്ല. അപ്പം ഞാൻ ഇതും കൂടെ ഒന്ന് യുദ്ധം കഴിക്കാം. സിയോ. അപ്പം അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു കുക്കിംഗ് വീഡിയോ, എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. മറക്കാതെ ഫോളോ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യണം കേട്ടോ. സിയോ.